ഇന്ന് നമുക്ക് മലബാർ രീതിയിൽ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലെ അരിയൊക്കെ ഒന്ന് മാറ്റി ചെറിയ കഷണങ്ങളാക്കി ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വാഴയില വെച്ച് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി വെന്ത് വന്നിട്ടുണ്ടാകും. ചൂടോടെ തന്നെ നല്ല കട്ടിയുള്ള എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ്സാണ്, അത് വെച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്ക തേങ്ങയും മുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യമായ തേങ്ങ, 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് ശർക്കര പാനിയും ചേർത്ത് ചെറിയ തീയിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ വേവിച്ചു വെച്ച ഏത്തപ്പഴം ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യമായ 1 കപ്പ് റോസ്റ്റ് ചെയ്ത റവ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യും തടവി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കുക. ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അധികം കരിഞ്ഞു പോകാതെ കോരിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.